അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിന്റെ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് സൂറത്തുൽ ആലി ഇമ്രാനിൽ നിന്നും 71, 72 ആയത്തുകൾ പൂർണ്ണമായിട്ട് ഓതാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ മഖ്റജ് അനുസരിച്ച് ഓതിയിട്ടുണ്ടെങ്കിൽ എല്ലാ മഖ്റജും കറക്റ്റ് ആണെങ്കിൽ 20 മാർക്കും, അഹ്കാമുകൾ കറക്റ്റ് ആണെങ്കിൽ 20 മാർക്ക്, ഹുസ്നു സൗത്ത് നല്ല രൂപത്തിൽ നല്ല രീതിയിലാണ് ഓതിയതെങ്കിൽ 5 മാർക്കും, പിന്നെ ഇബ്തിദാ വഖഫ് തുടക്കവും അവസാനവും കറക്റ്റ് ആണെങ്കിൽ 5 മാർക്കുമാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമ്മൾ സിലബസ് അനുസരിച്ച് എടുത്ത ഏത് ഭാഗത്തു നിന്നും ഏത് സൂറത്ത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഭാഗമൊക്കെ പഠിച്ച് ക്ലിയർ ആക്കുക. പിന്നെ ഹിഫ്ള് എന്ന ഭാഗത്ത് നിന്നും സൂറത്തുൽ വാഖിയയിൽ നിന്ന് 11, 12, 13, 14, 15, 16 ആയത്തുകൾ പൂർണ്ണമായും ഓതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് വരെ സൂറത്തുൽ വാഖിയ ഏത് ഭാഗം വരെയാണോ എടുത്തത് ആ ഒരു ഭാഗം വരെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും ചോദ്യം വരാം. അതിന് 30 മാർക്കാണ്. പിന്നെ മയ്യത്ത് നിസ്കാരത്തിലെ ദുആ വഅബ്ദിൽഹു ദാറൻ മുതൽ വമിൻ അദാബിൻ നാർ വരെയാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിലെ ദുആവും ബാങ്കിന് ശേഷമുള്ള ദുആ, പിന്നെ നിസ്കാരത്തിലുള്ള ദിക്റുകൾ, മുൻ ക്ലാസ്സുകളിൽ നാം എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ ആ ഒരു ദിക്റുകളും ദുആകളും ഇവിടെ നിന്നും വരാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ഭാഗത്തുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.